മതി 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 നിർത്ത നിർത്ത തുറക്കാൻ പറ്റണില്ലെന്ന്. ഹലോ രാമേട്ടാ, ഞങ്ങളിവിടെ എത്തി. കണ്ടു കണ്ടു. ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ പിള്ളേര്. ഇത് രാമേട്ടൻ, എൻ്റെ ഒരു ചേട്ടനാണ്. ഇത് കാത്തപ്പൻ, അത് പ്രഗണി, അത് സ്വാമി, ഇത് കിടു. കടുവോ? കടുവല്ല, കിടു. എല്ലാരും പേരിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. എനിക്കും ഇതൊക്കെ തന്നെ അറിയത്തുള്ളൂ. മീനെടുത്തു തരാം, ഞാൻ തരകിലെ ജോലിക്കാരനാണ്. പക്ഷെ അടുത്ത തവണ വരുമ്പം കൃത്യമായിട്ട് കാശ് കൊടുക്കണം. അത് തരാൻ ചേട്ടാ. എങ്ങനെ ചെയ്യാനാ പ്ലാൻ? തട്ടിടാനും ഫീൽഡിൽ പോകാനുമാണ് പ്ലാൻ. ഇവര് 4 പേരുണ്ടല്ലോ. ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ദുരഭിമാനം വെടിഞ്ഞ് ഇതിന് ഇറങ്ങി തന്നെ വലിയ കാര്യമാ. കാശ് കിട്ടണം. കാശൊക്കെ കിട്ടും, അത് നോക്കി പിടിച്ചെടുക്കുന്നതിലാ കാര്യം. എന്നാണെന്ന് വെച്ചാ വിളിച്ചിട്ട് പോ. എല്ലാം ശരിയായി. വാ വാ. എല്ലാവരും ഉണ്ടല്ലോ. വല്ല കേസ് ഒപ്പിച്ച കേസിന്റെ കാര്യമാണെങ്കിൽ എന്നെ നോക്കണ്ട, ഞാൻ ഇടപെടില്ല. അതല്ലേ രമേശ് സാറേ, ഞങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ ഈ പെയിന്റിംഗ് പണി നിർത്തിയോ? നിർത്തിയിട്ടില്ല, ഇത് ക്ലച്ച് പിടിച്ചില്ല, അത് തന്നെ രക്ഷ. ഇരിക്കടാ, ഞാനിപ്പോ എന്ത് വേണം? ചേട്ടന് പ്രൊമോഷനായി AC ആയിട്ട്. എല്ലാവരും എടുക്ക്. നല്ല സമയത്ത് ഞാനോട് വന്നത്. ചെലവൊന്നും പോരട്ടാ. ഞങ്ങളുടെ പുതിയ സംരംഭം സാറൊന്ന് ഉദ്ഘാടനം ചെയ്യണം. ഞാനോ? അതൊന്നും ശരിയാവില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. അങ്ങനെ പറയല്ല സാറ്, ഞങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ സാറാണ്. പോരാത്തിന് പേസയുമായി. എന്താ ബിസിനസ്? മീൻ കച്ചവടം. മീൻ കച്ചവടാ? അയ്യേ, അത് ഞാനെങ്ങനെ ഉദ്ഘാടനം ചെയ്യാനാ? ദിവസം 2 നേരം കഴിക്കണ സാധനമല്ലേ സാറേ. സാറേ ഞങ്ങളുടെ മീൻ വണ്ടി ഒന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തൊന്നായി. ഫ്ലാഗോ? അത് കൊള്ളാലോ. നമ്മുടെ നാട്ടിലെ പെമ്പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ അവരെല്ലാം നമ്മളെ മെയിൻ കസ്റ്റമേഴ്സ് ആണോ? എന്ന് നമുക്ക് പൊളിക്കാം. വലത്തോട്ട് തിരിഞ്ഞാ മതി. അവിടുന്ന് കാണാമെന്നേ. വേഗം വാ, ചടങ്ങ് ഇപ്പൊ തുടങ്ങും. നീ ഇവിടെ നിൽക്കുവാണോ? ചെക്കനെ കൂട്ടർ എത്താറായി. പെണ്ണിന്റെ ഒരു ഇനിയും കഴിഞ്ഞില്ലേ? ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. മനസ്സമ്മത്തിന് എങ്ങനെയാണെങ്കിൽ കെട്ടിന്റെ എന്താവും? പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടോ? 8 വരെ പോയി, 8 തോറ്റ്. എന്ത് എന്താ എല്ലാം ഓക്കെ ആണോ? അച്ഛാ, സാധാരണ രാവിലെ തന്നെ ഞാൻ എത്തിച്ചു. ചിക്കനും ബീഫ് ഇപ്പം കൊടുത്തേ ഉള്ളൂ. ഇവരൊക്കെ രാവിലെ അടി തുടങ്ങിയില്ലേ? ചേട്ടാ, ഞാൻ ഉദ്ദേശിച്ച മനസ്സമാനത്തിന്റെ കാര്യമാണ്. സമാധാനമുണ്ടല്ലോ. ഞാൻ വേഗം വാ, ചടങ്ങ് ഇപ്പൊ തുടങ്ങും. അച്ഛാ, ഞാൻ ഗ്ലാസ് വെച്ചിട്ട് ഇപ്പം പോവല്ലേ? എവിടെ പോവാ? ഇതൊക്കെ കുറെ സമയം പിടിക്കും. നമ്മുടെ വിക്കറ്റല്ലേ നടത്തുന്നത്. വരാത്തയാ കുഞ്ഞാടുകളെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നതാ ചക്കാലക്കൽ ആൻഡോമകൾ ഒന്നുമില്ല ചായ, ടെൻഷൻ അടിക്കണ്ട. കറിയാച്ചൻ മകൻ ചാണ്ടിയുടെയും മനസമ്മതത്തിനാണ്.
അങ്ങനെയെങ്കിൽ കറിയാച്ചൻ മകൻ ചാണ്ടിയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. ഈ കൊച്ചിനെ കിട്ടിയതേ നമ്മുടെ മോന്റെ ഭാഗ്യ. ഇവൻ ഇതിനേക്കാൾ നല്ല പെണ്ണിനെ കിട്ടിയനെ. നമ്മുടെ ചാണ്ടിക്കുഞ്ഞെ തങ്കക്കുടമാ, തങ്കക്കുടം. ചക്കാലക്കൽ ആൻഡോ മകൾ അന്നമ്മയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. ഇനി നമുക്ക് മോതിരമാറ്റ ചടങ്ങുകളിലേക്ക് കടക്കാം. ഓ വിട്ടില്ല ഞാൻ. ഡോണ്ട് കൺട്രോൾ. ഒരാഴ്ച കൂടി കൺട്രോൾ ചെയ്യൂ. ഇനി എനിക്ക് മൊത്തത്തിലൊന്ന് അഴിച്ചു പണിയണം. ചടങ്ങുകൾ പൂർത്തിയായി. ഇനി നമുക്ക് ഭക്ഷണത്തിലേക്ക് കടക്കാം. വേഗം ഇതൊക്കെ കൊണ്ട് വെക്കടാ, ഭക്ഷണം തീർന്നു പോകും. ആള് കൂടുതലാണ്. ബിരിയാണി ഇഷ്ടമാണോ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ജോജിക്കുട്ടി? ചേച്ചിയുടെ മനസ്സമ്മതത്തിനെങ്കിലും നിനക്ക് മര്യാദക്കിരുന്നു കൂടെ? താൻ പോടോ. താൻ പോടോ? കർത്താവേ, എന്ത് ദൈവഭയത്തോടു കൂടിയാണ് ആൻഡോ അവനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അച്ചോ ഭക്ഷണം. ഓ വാടാ വാടാ, തീർന്നു പോകും. അതെ, ഇത് എത്ര പവന്റെയാ? ഇതെന്തിനാ നാണിക്കുന്നേ? നാണൊക്കെ ഞാൻ മാറ്റും. ഇതിപ്പോ പള്ളിപ്പറമ്പായി പോയോണ്ടാ, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. ഇതൊക്കെ നോക്കിയേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ സംസാരിച്ചിട്ടാണ് മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ പോകേണ്ടത്. ഇതിനൊക്കെ നാണിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ കല്യാണം കഴിഞ്ഞതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. സ്പെഷ്യൽ കോച്ചിങ് എടുത്തിട്ടുണ്ട്. അവര് നമ്മളെ നോക്കി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. നീ ചിരിച്ചോ? എന്തായി ചേട്ടായി നമ്മുടെ കാറിന്റെ കാര്യം? ബുക്ക് ചെയ്തിട്ടുണ്ട്. കേട്ടിന്റെ അന്ന് അവള് വരുന്നത് അതിലായിരിക്കും. അത് നന്നായി. സ്വർണം പിന്നെ ചേട്ടായി നോക്കിയേ വാങ്ങുമെന്ന് എനിക്കറിയാം. പിന്നെ ക്യാഷ് അത് കല്യാണത്തിന് അന്ന് മതി. ചേട്ടാ എനിക്ക് അത്ര വിശ്വാസ. അച്ചായ ടെൻഷൻ അടിക്കണ്ട അച്ചായ. കാറുണ്ട്, 20 ലക്ഷം ക്യാഷ് ഉണ്ട്, 101 പവൻ സ്വർണ്ണമുണ്ട്, പിന്നെ ഞങ്ങളുടെ സുന്ദരി പെണ്ണും ഉണ്ട്. നീ ഇരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇരിക്കും. എന്തൊരു സുഖം. ചേച്ചി പറയുന്നത് കേട്ടില്ലേ? ഇങ്ങോട്ട് പെണ്ണന്റെ മടിയിരുന്നു. ഫോട്ടോ എടുക്കുന്നു. ചിരിക്കും. ഈ പെണ്ണിന്റെ ഒരു കാര്യം, അവൻ തൊട്ടവളങ്ങ് അലിഞ്ഞു പോവോ? ഇങ്ങനെ നാണിച്ചിരുന്ന എങ്ങനെയാ? ആ ചെക്കനെ ന്യൂജിയാ. അത് നിനക്കെങ്ങനെ അറിയാം? അവന്റെ താടി കണ്ട് അറിയില്ലേ? അതെ, കുൽഫി ഇഷ്ടമാണോ? ബിരിയാണി ഉണ്ട്, എനിക്കിഷ്ടം. വാങ്ങിച്ചു കേട്ടോ ഒരുപാട്. നിന്റെ മദ്യപാനം കൂടുതലാണ്. നിനക്കും മദ്യപാനം കൂടുതലാണ്. അച്ഛൻ ഞാൻ കരയൊന്ന് എഴുന്നേറ്റ് പോവാവൂ. ഞാൻ ഈ ഇടവക വികാരിയാണ്. ഞാൻ ഇടയിലിരിക്കും. അച്ഛാ, അച്ഛനടുത്ത അച്ഛൻ സമയമുണ്ട് അച്ഛാ. എന്തിനാണ്? എനിക്ക് അച്ഛനടുത്ത് പേഴ്സണലായിട്ടൊന്ന് കുമ്പസരി. നീ ഒരുമാതിരി വെള്ളം ഓടിച്ചോണ്ട് കുമ്പസാരക്കൂടിന്റെ പരിസരത്ത് വന്നു പോകരുത്. അച്ഛൻ അങ്ങനെയൊന്നും എന്നെ കുറ്റം പറയരുത്. പണ്ട് കാനഡയിലെ കല്യാണത്തിന് കർത്താവ് വീഞ്ഞു കൊടുത്തതാ. കാനഡ അല്ലടാ, കാനായി. മുക്കറിയിടുവോ?
എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ചേട്ടായി. അപ്പൊ ശരി കാണാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കല്യാണത്തിന് കാണാം. ആ മോളെ ഇവരിറങ്ങാം. പോടാ. ഓക്കെ ഇനി ഒരാഴ്ചയോടെ ഫോൺ എടുക്കണേ ഞാൻ പോയിട്ട് വരും. ചുമ്മാ എന്താ